ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ജെറി. അപ്പോൾ MRD യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ വണ്ടി വെള്ളത്തിൽ മുങ്ങിപ്പോയ കാരണം കൊണ്ട് ഓടിക്കാൻ പറ്റാത്തത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബൈക്ക് ഒരു മെക്കാനിക്കിനെ വിളിച്ചു കൊണ്ടുവന്ന് ശരിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ റെയർ കേസിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്ക് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി നമുക്ക് തന്നെ ശരിയാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിങ്ങിലോട്ട് പോയാലോ. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ എടുത്തേക്കണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വണ്ടി. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയ വണ്ടിയാണ്. ഹോണ്ടയുടെ ഡിയോ മോഡലാണ് വണ്ടി. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ്റെ താഴെയുള്ള ഈ സ്ക്രൂ ആണ്. ഈ സ്ക്രൂ അഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ വരും. ഈ ഓയിലിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. ആ വെള്ളത്തിൻ്റെ അംശമാണ് നമ്മൾ ആ കൊമളയായിട്ട് കാണുന്നത്. ആ ഓയിൽ പോയി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തീർന്നതിന് ശേഷം നന്നായി തന്നെ ആ നെറ്റ് ടൈറ്റ് ചെയ്യുക. നമ്മൾ എഞ്ചിനിൽ ഒഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിലാണത്. 90 ml ഓയിലാണ്. ഏകദേശം ഒരു 285 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. വളരെ ശ്രദ്ധാപൂർവം ഓയിൽ ഒഴിച്ച് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബോഡിയിലെ ഫുൾ സ്ക്രൂ ഐറ്റംസ് എല്ലാം തന്നെ അഴിക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ നെട്ടും അഴിക്കുക. എല്ലാ നെട്ടും അഴിച്ചതിന് ശേഷം മെല്ലെ അത് പൊക്കിയെടുക്കുക, വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഴിക്കണ സ്ക്രൂ ക്ലാമ്പ് ആണ്. അത് ഫിൽട്ടർ ബോക്സിൽ നിന്ന് തന്നെ ബെൻഡിൻ്റെ ക്ലാമ്പാണ്. അത് മെല്ലെ അഴിച്ച് അത് വിടിയിച്ചിടണം. കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോ സ്ക്രൂ ആണത്. ഇത് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്ററിൻ്റെ ട്യൂബിൻ്റെ അകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും. പെട്രോൾ വരുന്നത് കാണാൻ സാധിക്കും. പെട്രോളിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും. ആ വെള്ളം പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യണത്. കുറച്ച് നേരത്തേക്ക് ആ പെട്രോളും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊക്കോളും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്ടർ ബോക്സ് ആണ്. ഫിൽട്ടർ ബോക്സിൻ്റെ 4 സ്ക്രൂവും അഴിക്കുക. അതിനകത്ത് രണ്ടാമത്തെ സ്ക്രൂ അഴിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വെള്ളം വരുന്നത്. ഇതാണ് നമ്മുടെ പുതിയ ഫിൽട്ടർ. ഇതിന് ഏകദേശം ഒരു 200 രൂപ താഴെയാണ് വരുന്നത്. അത് വെക്കുന്നതിന് മുന്നേ നന്നായി തന്നെ ഈ ഫിൽട്ടർ ബോക്സിൻ്റെ അകം ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ എല്ലാം നീക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അത് വെച്ച് 4 സ്ക്രൂവും പണ്ടത്തെ പോലെ തന്നെ ഉറപ്പിക്കാം. ഇതിനുശേഷം ആക്സിലറേറ്റർ നീഡിലുണ്ട്. ആ നീഡിൽ പൊക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് സ്റ്റാർട്ടാവും. അതിനുശേഷം ഫിൽട്ടർ ബോക്സിൽ നിന്ന് വരുന്ന ബെൻഡ് എഞ്ചിനിലോട്ട് ഫിൽട്ടർ ബോക്സിൽ നിന്ന് വരുന്ന ബെൻഡിൻ്റെ ആ ദ്വാരം അടച്ചു പിടിക്കുക. അടച്ചു പിടിച്ചിട്ട് നമ്മൾ സെൽഫ് അടിക്കുക. ആദ്യം സ്റ്റാർട്ടാവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് നേരം അടുപ്പിച്ച് സെൽഫ് അടിച്ച് പിടിച്ചാൽ മതി. പതിയെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളം ഒരുപാടുള്ളത് കാരണം കൊണ്ട് നമ്മൾ ആക്സിലറേറ്റർ ഫുള്ളായിട്ട് തന്നെ കൈ കൊടുത്ത് പിടിക്കുക. അതിൻ്റെ ഉള്ളിലെ വെള്ളം പോവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എൻ്റെ കയ്യിലേക്ക് വെള്ളം വരുന്നത്. ആ വെള്ളം ഫുള്ളായിട്ട് പോയി തീർന്നിട്ട് വേണം വണ്ടി ഓഫ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മുടെ ആക്സിലറേറ്റർ നീഡിലൊക്കെ കറക്റ്റായി തന്നെ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫിൽട്ടർ ബോക്സിൽ നിന്ന് തന്നെ ബെൻഡ് നെട്ടിട്ട് കറക്റ്റായി തന്നെ ടൈറ്റ് ചെയ്ത് വെക്കുക. നോക്കുക സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോയെന്ന്.
ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഹാപ്പി ഓണം ഞാൻ പറയുന്നില്ല, വേറൊന്നുമല്ല, കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും എൻ്റെയും MRD യൂട്യൂബ് ചാനലിൻ്റെ പേരിലും ഓണാശംസകൾ.